അല്ല സുഹൃത്തുക്കൾ, ഇന്ന് പറയാൻ പോകുന്നത് 1978 റിലീസ് ചെയ്ത ആക്ഷൻ ഹീറോ വിൻസെൻറ്റും ഹാൻസം ഹീറോ സുധീറും ഒരുമിച്ച് അഭിനയിച്ച പഞ്ചരത്ന എന്ന സിനിമയെക്കുറിച്ച്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ബിഗ് ബഡ്ജറ്റ് പടമായിരുന്നു അന്നത്തെ കാലത്ത്. കളർ ഫിലിമാണ്. അതായത് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ തച്ചോളി അമ്പുവിന് ശേഷം ഇറങ്ങിയ പടമാണ്. എം എൻ നമ്പ്യാർ രണ്ടാമതായിട്ട് അഭിനയിക്കുന്ന പടം. എം എൻ നമ്പ്യാർ അതിൽ മെയിൻ വീല്. ഇപ്പോൾ തച്ചോളി അമ്പുവിൽ അഭിനയിച്ചിട്ട് എം എൻ നമ്പ്യാർ ഇങ്ങനെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അടുത്ത പടമാണ് പഞ്ചരത്നം. ക്രോസ് ബെൽറ്റ് മണിയാണ് ഡയറക്ടർ. ക്രോസ് ബെൽറ്റ് മണിയാണോ അതോ വേറെ ഏതോ സംവിധാനം എന്ന് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. ക്രോസ് ബെൽറ്റ് മണിയാണ് സാധ്യത. അതിൻ്റെ കഥ ഫുള്ളായിട്ട് വരുന്നില്ല. 50 കൊല്ലം മുമ്പ് കണ്ട പടമല്ല, അപ്പോൾ 48 കൊല്ലം മുമ്പ് കണ്ട പടം. അതുകൊണ്ട് ചെറിയ അതിൻ്റെ ഒരു സൂചന. അതായത് വിൻസെൻ്റ് പോലീസ് ഓഫീസർ. വിൻസെൻ്റ് എം എൻ നമ്പ്യാർ പിന്നെ കരാട്ട നടത്തുന്ന ആളാണ്. ബ്ലാക്ക് ബെൽറ്റാണ്. കരാട്ട ബ്ലാക്ക് ബെൽറ്റ്. എം എൻ നമ്പ്യാർ വെള്ള ഇതെല്ലാം ഇട്ടിട്ട്. അന്നത്തെ കാലത്ത് കരാട്ട സീസണാണ്. ജയിക്കാനായി ജനിച്ചവനല്ലോ നസീർ സാറിന്. ജയിക്കാനായി ജനിച്ചവനെല്ലാം ഇറങ്ങിയ സമയം ഒരു കരാട്ട. അന്ന് ബ്രൂസ്ലി തരംഗണ്ടായിരുന്നു പിന്നെ മൊത്തത്തിൽ. അപ്പോൾ കേരളത്തിലും ബ്രൂസ്ലി തരംഗണ്ടായിരുന്നു. ബ്രൂസ്ലിനെ പോലത്തെ ടീഷർട്ട്, ബ്രൂസ്ലിൻ്റെ ഫോട്ടോ ഉള്ള ടീഷർട്ട് എനിക്കെല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു ടീഷർട്ട് ഉണ്ട്. അതിൻ്റെ മേലെ നെഞ്ചത്ത് ബ്രൂസ്ലിൻ്റെ ഫോട്ടോ ഉണ്ടോ, ബ്രൂസ്ലി ഒരു ഇത് പിടിച്ചിട്ട്. അപ്പോൾ പിന്നെ കരാട്ടൻ്റെ സീസൺ ആയതുകൊണ്ട് അങ്ങനെ കരാട്ട ക്ലാസ് നടത്തുന്നതുകൊണ്ട് കൊള്ളത്തലവനുമാണ്. അപ്പോൾ ഈ എം എൻ നമ്പ്യാർ സുധീറിന് സുധീർ ഡബിളാണ്. അപ്പോൾ സുധീർ ആദ്യം ഒരു കാമുകിയായിട്ട് ഇങ്ങനെ നല്ലൊരു പാട്ടെല്ലാം ഉണ്ട്. ആദ്യത്തെ സുധീർ എന്ന് പറഞ്ഞാൽ ഈ വിഗ് വെച്ച സുധീറാണ്. സുധീറിനെ വിഗ് വെച്ചിട്ട് അങ്ങനെ അധികം കാണാറില്ല. പക്ഷേ ഒരു സുധീർ വിഗ് വെച്ചിട്ടും ഒരു സുധീർ പിന്നെ ശരിയായ റിയൽ ഹെയർ സ്റ്റൈലും. അപ്പോൾ ഈ ആദ്യത്തെ സുധീറിന് കാമുകിയായിട്ട് എം എൻ നമ്പ്യാർ മോളാന്ന് തോന്നുന്നു. അപ്പോൾ എം എൻ നമ്പ്യാർ മോളെ സ്നേഹിച്ചത് കാരണം എം എൻ നമ്പ്യാർ ആ സുധീറിനെ കൊന്നാളി. സുധീർ ഒരു പാവപ്പെട്ട ആളാണ്. പിന്നീട് വേറെ സുധീറിനെയും വിൻസെൻ്റ് കണ്ടുമുട്ടിയിട്ട് ആ സുധീറിനെയും കൂട്ടിയിട്ട് എം എൻ നമ്പ്യാരെ കണ്ടുപിടിക്കാൻ നോക്കാം. അങ്ങനെ ക്ലൈമാക്സിൽ എം എൻ നമ്പ്യാറും വിൻസെൻ്റായിട്ട് കരാട്ട ഡ്രസ്സിൽ ഫൈറ്റിലുണ്ട്. അതായത് ജയിക്കാനായി ജനിച്ചവർ നസീർ സാറും ജയനും പിന്നെ ബെൽറ്റിലിട്ടിട്ട് ഫൈറ്റ് ഉണ്ടല്ലോ, അതേപോലെ ഇതിൽ വിൻസെൻറ്റും കരാട്ട ഡ്രസ്സിൽ എം എൻ നമ്പ്യാറായിട്ട് ക്ലൈമാക്സിലെ ഫൈറ്റ്. ഭയങ്കര ഫൈറ്റാണ്. എം എൻ നമ്പ്യാറെ തോൽപ്പിക്കാൻ കഴിയില്ല. എം എൻ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ MGR വില്ലനല്ല, പെട്ടെന്ന് തോറ്റു കൊടുക്കൂല. അങ്ങനെ രണ്ടാളും കൂടി ഫൈറ്റ് ചെയ്ത് ലാസ്റ്റ് എം എൻ നമ്പ്യാർ ഫൈറ്റ് ചെയ്തുകൊണ്ട് വീണിട്ടും മരിക്കലാണ്. ഇതിൻ്റെ മേലെ തട്ടിയിട്ട്. അല്ലാണ്ട് വിൻസെൻറ്റിന് കീഴ്പ്പെടുത്താൻ കഴിയില്ല. രണ്ടും ഒരേ ഇതാണ് ഫൈറ്റ്. അപ്പോൾ വിൻസെൻ്റ് പോലീസ് ഓഫീസറായിട്ട് നല്ല 2-3 സ്റ്റണ്ട് വേറെയുണ്ട്. വിൻസെൻറ്റിൻ്റെ പാട്ടുണ്ട്, സുധീറിൻ്റെ പാട്ടുണ്ട്. അപ്പോൾ ഇത് കഥാ ചുരുക്കം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു നന്നായിട്ട് എടുത്തൊരു പടമാണ്. പക്ഷെ അത് വിജയിച്ചിട്ടില്ല പടം. കുറേ പൈസ ചിലവാക്കിയിട്ട് എടുത്തിട്ടൊന്നും വിജയിച്ചിട്ടില്ല. കഥ തന്നെ എം എൻ നമ്പ്യാരെ പിടിക്കാൻ പോക്ക് വിൻസെൻ്റ് സുധീറും കൂടിയിട്ട്. ഒരു സുധീറിനെ കൊല്ല. സുധീർ ആദ്യമായിട്ട് ഡബിൾ റോളിൽ അഭിനയിക്കുന്നു. നല്ല പാട്ടുമുണ്ട് സുധീറിൻ്റെ. പാട്ടേ മറന്നുപോയി. ഓക്കെ.